സിംഹാചലം ഏത് സംസ്ഥാനത്തെ തീർത്ഥാടന കേന്ദ്രമാണ്? ആന്ധ്രാപ്രദേശ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സമ്മാനിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. സുൽത്താനേറ്റിന്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റിയത് ആരായിരുന്നു? സിക്കന്ദർ ലോധി. ലോകത്തെ ഏറ്റവും നീളം കൂടിയ പദ്യം മഹാഭാരതം. സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാന. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ KG ബാലകൃഷ്ണൻ കേരളത്തിലെ ഏത് ജില്ലക്കാരനാണ്? കോട്ടയം. ഗുപ്തവംശത്തിന്റെ രണ്ടാം തലസ്ഥാനമായിരുന്നത്? ഉജ്ജയിനി. കൃഷ്ണദേവരായരുടെ ഭരണം 1505 മുതൽ 29 വരെ. ഡൽഹിയിലെ തോമാര വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ്? മാഹി പാലൻ. തമിഴ്നാട് ഗവർണറായ മലയാളി വനിത? ജസ്റ്റിസ് MS ഫാത്തിമ ബീവി. നെഹ്റു കഴിഞ്ഞാൽ ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. കൊച്ചിയിലെ അവസാനത്തെ ദിവാൻ? CP കരുണാകര മേനോൻ. സേനന്മാർ ഏത് പ്രദേശമാണ് ഭരിച്ചിരുന്നത്? ബംഗാൾ. ഹവാ മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജയ്പൂർ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നായിരുന്നു? 1789 ജൂൺ 20. ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ കിട്ടുന്ന മൂലകങ്ങൾ? ഹൈഡ്രജനും ഓക്സിജനും. ബ്രിട്ടീഷ് ഭരണകാലത്ത് പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത്? സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. താർ എക്സ്പ്രസ് ഓടുന്നത് ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിൽ? മുനമ്പാബാവോ, ഗോക്രാപാർ. ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം? വെർഗോയാൻസ്ക്. ഗുജറാത്ത് ഹൈക്കോടതിയുടെ ആസ്ഥാനം? അഹമ്മദാബാദ്. MC റോഡിന്റെ പണി തീർന്നത് ഏത് വർഷത്തിൽ? 1877. സ്കൂൾ സിറ്റി എന്നറിയപ്പെടുന്നത്? ഡെറാഡൂൺ. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോക മതസമ്മേളനത്തിൽ പങ്കെടുത്തു പ്രസംഗിച്ച വർഷം? 1893. ഏറ്റവും പ്രായം കുറഞ്ഞ സമാധാന നോബൽ ജേതാവ്? മെറീഡ് കോറിഗൺ. 1976. ജാർഖണ്ഡിന്റെ തലസ്ഥാനം? റാഞ്ചി. കേരള നിയമസഭയിൽ കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്തത്? MV രാഘവൻ. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി? ബ്രഹ്മപുത്ര. സിംല കരാറിൽ ഒപ്പുവെച്ചത്? ഇന്ദിരാഗാന്ധി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം? സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം. സിഖുകാരുടെ ആദ്യ ഗുരുവായ നാനാക്ക് 1469 മുതൽ 1539 വരെ ജനിച്ച ഗ്രാമം ഏതായിരുന്നു? തൽവന്തി. ഡയമൻഡിന ട്രെഞ്ച് ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ജോനാഥൻ ഹാർക്കർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്? ബ്രാം സ്റ്റോക്കർ. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി? കഴ്സൺ പ്രഭു. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക പ്രസിഡന്റ്? നീലം സഞ്ജീവ റെഡ്ഡി.
കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത. തോട്ടൈക്കാട് മാധവി അമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണി അമ്മ, 1995. അക്ബർ 1581 പരാജയപ്പെടുത്തിയ മൾവയിലെ ഭരണാധികാരി ബസ് ബഹാദൂർ. ബുദ്ധമതത്തെക്കുറിച്ച് പഠിക്കാൻ ഫാഹിയാൻ ഇന്ത്യയിലെത്തിയ സമയത്തെ ഗുപ്ത രാജാവ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. അക്ബർ അന്തരിച്ചത് എന്ന് 1605 ഒക്ടോബർ 17. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള 1993. എഴുത്തുവിദ്യ ആദ്യമായി ഉപയോഗിച്ച നാഗരികത സുമേറിയൻ. എവറസ്റ്റിന് ആ പേര് ലഭിക്കാൻ കാരണക്കാരനായ ജോർജ് എവറസ്റ്റ് ആരായിരുന്നു? ഇന്ത്യയുടെ സർവേയർ ജനറൽ. MP ഭട്ടതിരിപ്പാടിന്റെ തൂലികാനാമം പ്രേംജി. സിത്താർ ഇന്ത്യൻ സംഗീതത്തിന് പരിചയപ്പെടുത്തിയത് അമീർ ഖുസ്രു. ഗുജറാത്തിലെ ഗോധ്ര സംഭവം നടന്ന വർഷം 2002. സുംഗവംശ സ്ഥാപകൻ പുഷ്യമിത്രൻ. സംഘകാല കൃതികളുടെ മുഖ്യ പ്രമേയം പ്രണയം യുദ്ധം. ലോകത്തെ മികച്ച ക്രിക്കറ്റ് താരത്തിന് ഉള്ള ICC അവാർഡ് ഗാരി സോബേഴ്സ് അവാർഡ്. ലോകത്തെ ആകെ എത്ര സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു? 24. ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 543. കേരളത്തിൽ നിലനിന്നിരുന്ന ദായക്രമത്തെക്കുറിച്ച് പരാമർശിച്ച പ്രഥമ വിദേശ സഞ്ചാരി ഫ്രയർ ജോർഡനാസ്. കേരളത്തിൽ പരീക്ഷണാർത്ഥം റബ്ബർ കൃഷി തുടങ്ങിയത് എവിടെ? താമരശ്ശേരി. ബാഷ്പക്കടൽ എവിടെയാണ്? ചന്ദ്രൻ. ബുദ്ധന്റെ ഭാര്യ യശോധര. സേന വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് വിജയസേനൻ. കേരളത്തിലെ ആദ്യത്തെ പ്രസ് കോട്ടയത്ത് സ്ഥാപിച്ചത് ആരായിരുന്നു? ബെഞ്ചമിൻ ബെയ്ലി, 1821. ഗോവയുടെ ഭരണ തലസ്ഥാനം പനാജി. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1809. ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? സ്പീക്കർ. ദേശീയ പതാകയിൽ ഒരു നിറം മാത്രമുള്ള രാജ്യം ലിബിയ. കേരളത്തിലേക്ക് വാസ്കോഡ ഗാമയുടെ രണ്ടാം വരവ് ഏതു വർഷത്തിൽ? AD 1502. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റ്. ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ 552. സംഘകാല ചേരന്മാരുടെ പ്രധാന തുറമുഖം മുസരീസ്. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ. ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് താപം എത്തിച്ചേരുന്നത് എങ്ങനെ? വികിരണം വഴി. സൂത്ര
പിടകം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ബുദ്ധന്റെ തത്വങ്ങൾ. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത് വൈദ്യരത്നം PS വാര്യർ. ചാർവാകമതം മുന്നോട്ടുവെച്ച മീമാംസ. ലോകായതാ ദർശനം. മഹാഭാരതത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എപ്പോൾ? മഹാഭാരതത്തിലല്ല, സ്വതന്ത്ര ഭാരതത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എപ്പോൾ? 1975 ജൂൺ. കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനം. കേരള ദർപ്പണം, കേരള പത്രിക, മലയാളി എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുമ്പോൾ കെ രാമകൃഷ്ണപിള്ള ഉപയോഗിച്ചിരുന്ന തൂലികാനാമം കേരളൻ. CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയം സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചനസീത. സ്വതന്ത്ര തിരുവിതാംകൂറിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രി പറവൂർ TK നാരായണപിള്ള. കാഞ്ചൻജംഗ ഏത് സംസ്ഥാനത്താണ്? സിക്കിം. കാഞ്ചിലി ഹരികെ തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര അഗ്മാർക്ക്. ഭൂമിയിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ഇന്തോനേഷ്യ. നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരുടെ പേരിലാണ്? ഗവർണർ. ഡോക്ടർ S ചന്ദ്രശേഖറിന് നൊബേൽ സമ്മാനം കിട്ടിയ വിഷയം ഫിസിക്സ്. കേരള ദിനേശ് ബീഡിയുടെ ആസ്ഥാനം കണ്ണൂർ. ഡൂൺ സ്കൂൾ എവിടെയാണ്? ഡെറാഡൂൺ. തളിക്കോട്ട യുദ്ധത്തിന് ശേഷം വിജയ നഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി സീസർ ഫ്രെഡറിക്. ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. 43% ഓക്സിജൻ ഉണ്ട് ചന്ദ്രനിൽ. കേരള സർക്കാർ കർഷക ദിനം ആചരിക്കുന്നത് എന്ന്? ചിങ്ങം 1. ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന് നേതൃത്വം നൽകിയത് റാഷ് ബിഹാരി ബോസ്. സിഖുകാരുടെ 5 അടിസ്ഥാന സംഗതികൾ കേശം, കങ്ക, കച്ച, കര, കൃപാൻ. കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ. ഘ്രാണശക്തി ഉപയോഗിച്ച് ആഹാരം കണ്ടെത്തുന്ന പക്ഷി കിവി. ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം എവിടെ? പാറ്റ്ന. ശതവാഹനന്മാരുടെ തലസ്ഥാനം പ്രതിഷ്ഠാനം ഗോദാവരി തീരത്ത്. ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ APJ അബ്ദുൽ കലാം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ആസ്ഥാനം കോഴിക്കോട്. 1814 ആത്മീയ സഭ സ്ഥാപിച്ചത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവത്കരിക്കപ്പെട്ട തീയതി 1946 ഡിസംബർ 6. ഭൂഗോളത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? 28. ഗർത്തങ്ങൾക്ക് വ്യാസൻ, വാൽമീകി, ഹോമർ തുടങ്ങിയ കവികളുടെ പേര്
നൽകിയിരിക്കുന്നത് ഏത് ഗ്രഹത്തിനാണ്? ബുധൻ. സാമൂതിരിയുടെ ആസ്ഥാനം കോഴിക്കോട്. സിന്ധു സംസ്കാര കാലത്ത് ഉപയോഗിച്ചിരുന്ന ലിപി ചിത്രലിപി. ഗുജറാത്തിലെ പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ഗിർ. കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം ചിത്രകൂടം. കൊച്ചിയിൽ പ്രജാമണ്ഡലത്തിന്റെ രൂപവൽക്കരണത്തിന് നിർണായക പങ്കുവഹിച്ച നേതാവ് വി.ആർ. കൃഷ്ണനെഴുത്തച്ഛൻ. സിവിൽ ഭരണകൂടം കെട്ടിപ്പടുക്കാൻ ശരിയായ പ്രാഗൽഭ്യം കാണിച്ച ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരി ഷേർഷാ. ദേശീയ പതാകയുടെ വീതിയുടെ എത്ര ഇരട്ടിയാണ് നീളം? 1.5. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി പയ്യന്നൂർ. സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ വില്യം ബെൻറിക്. മനുഷ്യന്റെ നട്ടെല്ലിന്റെ ശരാശരി നീളം 3.3 അടി. കേരള സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആദ്യ വ്യക്തി സി.പി. രാമസ്വാമി അയ്യർ. പ്രാചീന കാലത്ത് രാജസ്ഥാൻ പ്രദേശം അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലായിരുന്നു? മത്സ്യ. ഷിക്കിപ്പെറി എന്ന രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പേര് അൽബേനിയ. സയ്യിദ് വംശത്തിൽ ഗിസ്ർ ഖാനു ശേഷം അധികാരത്തിൽ വന്നത് മുബാറക് ഷാ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി. തമിഴ്നാട്ടിലെ രണ്ടാമത്തെ വലിയ നഗരം കോയമ്പത്തൂർ. സിംഹത്തിന്റെ ശാസ്ത്രനാമം പാന്തേറ ലിയോ. രണ്ടായിരത്തി 2012 കണക്ക് പ്രകാരം കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 5. ഡൽ ഹൗസി ഹിൽ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട്. 1920 നിസ്സഹരണ പ്രസ്ഥാനം അംഗീകരിച്ച പ്രത്യേക കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട. ചർമ്മത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ. കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എവിടെയാണ്? കൊട്ടാരക്കര. തലശ്ശേരിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ഏതു വർഷത്തിൽ? AD 1858. തലശ്ശേരിയിൽ ഇംഗ്ലീഷുകാരുടെ ഫാക്ടറി സ്ഥാപിച്ചത് ഏതു വർഷത്തിൽ? AD 1695. തഹ്രീർ സ്ക്വയർ ഏത് രാജ്യത്താണ്? ഈജിപ്ത്. തിരുച്ചിറപ്പള്ളി ഏത് നദിയുടെ തീരത്താണ്? കാവേരി. അവസാനമായി മാമാങ്കം നടന്നു എന്ന് കരുതപ്പെടുന്ന വർഷം 1755. ജനസംഖ്യ വിസ്ഫോടന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് മാൽത്തൂസ്. താമ്രം എന്ന സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ലോഹം ചെമ്പ്. ലോക്സഭാംഗങ്ങൾ, രാജ്യസഭാംഗങ്ങൾ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവ ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഹരിഹരന്റെയും ബുക്കന്റെയും ഗുരു വിദ്യാരണ്യ. ഐക്യരാഷ്ട്രസഭയിലെ എത്രാമത്തെ അംഗമാണ് മോണ്ടിനെഗ്രോ? 192.
ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം 1995. ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം നീല. സേന വംശത്തിലെ ആദ്യത്തെ ഭരണാധികാരി വിജയസേനൻ. ലോകം ചുറ്റി യാത്ര ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ കപ്പൽ INS തരംഗണി. ഗാന്ധി വധക്കേസിൽ പ്രതികളെ തൂക്കിലേറ്റിയ ജയിൽ അംബാല ജയിൽ. കൃത്രിമമായി പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു കാർബൈഡ്. സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ഏത് രാജ്യത്തിൻ്റെതാണ്? നെതർലാൻഡ്. സിലൂമിൻ എന്ന ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ അലൂമിനിയം, സിലിക്കൺ. ലോക്സഭാ സ്പീക്കറായ ആദ്യ ഇടതുപക്ഷ നേതാവ് സോമനാഥ് ചാറ്റർജി. ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഭാഷയുള്ള രാജ്യം ദക്ഷിണാഫ്രിക്ക. ഡാമുകളിലെ ജലം അതിന്റെ മർദ്ദം കൂടുതൽ ചെലുത്തുന്നത് എല്ലാ ദിശകളിലേക്കും. തക്കാളി ലോകത്താദ്യമായി കൃഷി ചെയ്ത പ്രദേശം തെക്കേ അമേരിക്ക. കോശത്തിന്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഹരിതകണം. ഏറ്റവും വിസ്തീർണം കൂടിയ വൻകര ഏഷ്യ. തുഗ്ലക് രാജാക്കന്മാരിൽ മതപരമായ കാര്യങ്ങളിൽ ഏറ്റവും താല്പര്യം കാണിച്ചത് ഫിറോസ് ഷാ തുഗ്ലക്. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകിയ ദ്രാവകം സീബം. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങൾ ചേർത്തിരിക്കുന്നത്? 3. ലോകത്ത് ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക്. നിയമസഭാ മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരം. പാകിസ്ഥാനിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം കറാച്ചി. തിരുവനന്തപുരം ജില്ലയിൽ ലയൺ സഫാരി പാർക്കിന് പ്രസിദ്ധമായ സ്ഥലം നെയ്യാർ ഡാം. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ചന്ദേല രാജാക്കന്മാരുടെ തലസ്ഥാനം ഖജുരാഹോ. ജനറൽ പർപ്പസ് കമ്മിറ്റി ആരെയാണ് ഉപദേശിക്കുന്നത്? സ്പീക്കർ. ഡൽഹി ദർബാർ നടന്ന വർഷം 1911. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ ആഗാ ഖാൻ കൊട്ടാരം. സിയാച്ചിൻ മഞ്ഞുമല ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരം അറിയപ്പെടുന്നത് പ്രദക്ഷിണം. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ച ബഹിരാകാശ വാഹനമായ അപ്പോളോ 11 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് സാറ്റേൺ 5. ഗാന്ധി സമാധാന സമ്മാനം ആദ്യമായി ലഭിച്ചത് ജൂലിയസ് നെരേര. ലോകത്തിലെ ഒരേ ഒരു ജൂതരാഷ്ട്രം ഇസ്രയേൽ. ഭരണഘടനയുടെ 35ാം ഭേദഗതിയിലൂടെ സിക്കിമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി നൽകുകയും പിന്നീട് 36ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയന്റെ ഒരു സംസ്ഥാനമാക്കുകയും ചെയ്തത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? ഇന്ദിരാഗാന്ധി. ഭാരതരത്നം നേടിയ രണ്ടാമത്തെ ഉപകരണ സംഗീത വിദഗ്ധൻ ഉസ്താദ് ബിസ്മില്ല ഖാൻ. മനുഷ്യ സ്ത്രീയുടെ മുലപ്പാലിൽ ജലം എത്ര ശതമാനമാണ്?
80%. നീലയും മഞ്ഞയും ചേർന്നാൽ കിട്ടുന്ന വർണ്ണം പച്ച. ചിറകുകളില്ലാത്ത ഷഡ്പദം മൂട്ട. ഏത് കോൺഗ്രസ് സമ്മേളനമാണ് നേതൃത്വം യുവതലമുറയ്ക്ക് കൈമാറിയത്? ലാഹോർ. ബീജാപൂരും ഗോൽക്കൊണ്ടയും മുഗൾ സാമ്രാജ്യത്തിന് കീഴടങ്ങിയത് ആരുടെ കാലത്താണ്? ഔറംഗസീബ്. ഉപ്പ് നിയമത്തെ ആക്രമിച്ച ആദ്യത്തെ ദേശീയ നേതാവ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് സമർപ്പിക്കേണ്ട ആർക്കാണ്? പ്രസിഡന്റ്. പിതൃപക്ഷത്തിൽ തിമൂറിന്റെയും മാതൃപക്ഷത്തിൽ ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായ ആക്രമണകാരി? ബാബർ. ബുദ്ധന്റെ കുതിരയുടെ പേര്? കാന്തകൻ. ബൗദ്ധഗ്രന്ഥങ്ങളിലെ മഹാഭിനിഷ്ക്രമണം എന്താണ്? ബുദ്ധന്റെ പരിത്യാഗം. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത്? മെർക്കുറി. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായിക എന്നറിയപ്പെട്ടത്? അരുണ അസഫ് അലി. നിരക്ഷരവാദിയായി തീർന്ന വിപ്ലവകാരി? ഭഗത് സിംഗ്. സിവിൽ സർവീസ് പരീക്ഷ പാസായ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ? സുരേന്ദ്രനാഥ് ബാനർജി. നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ ആര് ഒപ്പിടുന്നതോടെയാണ് നിയമമാകുന്നത്? ഗവർണർ. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധാഹ്വാനം നടത്തി ഷൈഖ് സൈനുദ്ദീൻ എഴുതിയ ഗ്രന്ഥം? തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഹൈദരാബാദിൽ ചാർമിനാർ നിർമ്മിച്ചത്? കുലി കുത്തബ് ഷാ. ഗോവയെ മോചിപ്പിച്ച സൈനിക നീക്കം? ഓപ്പറേഷൻ വിജയ് 1961. 1917 സമസ്ത കേരള സഹോദര സംഘം സ്ഥാപിച്ചത്? കെ അയ്യപ്പൻ. സമ്മതിയുടെ നിർമ്മാണം എന്ന സമീപനത്തെക്കുറിച്ച് വിശദീകരിച്ച ആധുനിക ചിന്തകൻ? നോം ചോംസ്കി. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കീഴിലുള്ള 4 സബ്സിഡിയറി കമ്പനികൾ? ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്. സർ സയ്യദ് അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ച വർഷം? 1875. 1920 AITUCയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ലാലാ ലജ്പത് റായ്. ഗാന്ധി വധക്കേസിൽ ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടത്? നാരായണ ദത്താത്രേയ ആപ്തേ. കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ച വർഷം? 1930. സമാധാന നോബലിന് അർഹനായ രണ്ടാമത്തെ UN സെക്രട്ടറി? ജനറൽ കോഫി അന്നൻ. സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം? 1930. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച സ്ഥലം? കട്ടക്ക്. ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ രചിച്ചത്? ഓസ്കാർ വൈൽഡ്. കേരള തീരത്തെ കരിമണലിൽ കാണപ്പെടുന്ന അണുശക്തി പ്രാധാന്യമുള്ള മൂലകം? തോറിയം. സാഹിത്യ നോബലിന് അർഹനായ രണ്ടാമത്തെ ഏഷ്യക്കാരൻ? യാസുനാരി. കവാബത്ത 1968 ജപ്പാൻ. ഷാജഹാന്റെ യഥാർത്ഥ പേര്? ഖുറം. തമിഴ്നാടിന്റെ തീരദേശം അറിയപ്പെടുന്ന പേര്? കൊറമണ്ടൽ തീരം.
കൃഷ്ണദേവരായർ സ്ഥാപിച്ച നഗരം നഗൽപൂർ. കടലിലെ ദൂരം അളക്കാനുള്ള ഏകകം നോട്ടിക്കൽ മൈൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫീച്ചർ ഫിലിമുകൾ നിർമ്മിക്കുന്ന രാജ്യം ഇന്ത്യ. പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി പെരിയാർ. സിഖുകാരുടെ വിശുദ്ധ ഗ്രന്ഥം ഗുരു ഗ്രന്ഥ സാഹിബ്.